ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഞായറാഴ്ച ഉണ്ടാക്കിയ ചോറിനുള്ള വിഭവങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയതാണ്. അപ്പം ഞായറാഴ്ച 2 കൂട്ടം തോരനാണ് ഉണ്ടാക്കിയത്. കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. കൊത്തൻ ചക്കേൻ്റെ തോരനും തക്കാളീൻ്റെ തോരനുമാണ് ഉണ്ടാക്കിയത്. സമയമുള്ളതുകൊണ്ട് പണിയെടുക്കാൻ അന്ന് പെട്ടെന്നാവുകയും ചെയ്യും. മിക്സി ഉള്ളതുകൊണ്ട് പെട്ടെന്നാവുകയും ചെയ്യും. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരിയാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. ചക്ക ഐറ്റംസിലൊക്കെ അരിയാണ് കേട്ടോ ഞങ്ങൾ വറവിടാറ്. ഉള്ളി, വെളുത്തുള്ളി ഇതൊന്നും ചക്കയിൽ ഉപയോഗിക്കാറില്ല. കുറച്ച് വെള്ളം ആക്കി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കും. അങ്ങനെയാണ്. പിന്നെ വല്ലപ്പോഴും തേങ്ങ ഇടും. തേങ്ങയൊന്നും എപ്പോഴും ഇടാറില്ല. ചക്കയ്ക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഉള്ളി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത്. പിന്നെ ചക്കേൻ്റെ കൂടെ വേറൊരു തോരനും കൂടെ ഉണ്ടാക്കിയത് പച്ച തക്കാളീൻ്റെ തോരനാണ്. അതിപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഒന്നാമത് തക്കാളി ഉണ്ട്. ഇപ്പോൾ ഒരു 10-50 തക്കാളിയായി 2 ചെടീൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അത് ഇഷ്ടമായതുകൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണ്. രണ്ട് തരം തോരനുള്ളത് കൊണ്ട് കറിയൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉലുവ, മഞ്ഞളൊക്കെ ചേർത്തിട്ട് കുറച്ച് മോര് കാച്ചിയാണ് ചെയ്തത്. ഇത് കണ്ടാൽ തന്നെ ഒരു കാന്താരിമുളകൊക്കെ ഉടച്ച് അപ്പടി കഴിക്കാൻ നല്ല രസമാണ്. കറീൻ്റെ ആവശ്യമില്ല. എന്നാലും കുറച്ച് മോര് കാച്ചി, പിന്നെ കുറച്ച് ചമ്മന്തി, പിന്നെ ഉലുവ മാങ്ങ സ്പെഷ്യലാണ്. മിക്കവാറും ഇവിടെ ഉണ്ടാവുന്നതാണ്. പിന്നെ പപ്പടമാണ്. പപ്പടം എന്ന് പറയാൻ വയ്യ, അപ്പടം ആണ്. അപ്പടം അല്ലെ അപ്പളം എന്നൊക്കെ പറയും. അതാണ് സംഭവം. അപ്പം ഞായറാഴ്ച വലിയ